ശാസ്ത്രത്തിന്റെ ശില്പി എന്ന് വേണമെങ്കിൽ ആര്യഭടനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കൃതിയാണ് ആര്യഭടീയം. ആര്യഭടീയത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചിരുന്നു: ഭൂമി ചുറ്റിനും ഒരച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. അന്ന് ഇത് പറഞ്ഞപ്പോൾ ചിലർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഞാൻ ചോദ്യം ചെയ്യലിന്റെ കാര്യം പറയാനായിട്ട് ആണ് ഇത് നിങ്ങളുടെ മുൻപിൽ നിരത്തിയത്. അങ്ങനെ അച്ചുതണ്ടിൽ കറങ്ങുന്നുവെങ്കിൽ അച്ചുതണ്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഉറപ്പിച്ചിരിക്കുന്നത്? ഇതായിരുന്നു ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, ഭൂമി ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ രാവിലെ പ്രഭാതത്തിൽ കൂട് വിട്ട് പറക്കുന്ന പക്ഷികൾക്ക് എങ്ങനെ തിരികെ വൈകുന്നേരത്ത് അതാതിന്റെ കൂടുകളിൽ എത്തിച്ചേരാൻ സാധിക്കും? ഭൂമി ഇങ്ങനെ കറങ്ങി മാറുകയില്ലേ അതിന്റെ കീഴിലുള്ളത്? പക്ഷികളൊക്കെ തിരികെ മടങ്ങി വരുന്നുണ്ടല്ലോ. എന്താണ് അതിന് കാരണം? ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന്റെ തൃഷ്ണയെ കളിയാക്കി കെടുത്തിക്കണം. എന്നാൽ ആ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ ചോദ്യമായിരുന്നു. അതിന്റെ ഒരു ഉത്തരം അന്ന് കണ്ടിരുന്നുവെങ്കിൽ ഈ ആപ്പിൾ താഴോട്ട് വീഴുന്ന രഹസ്യം 1500 വർഷം മുമ്പ് ഇന്ത്യക്കാർ കണ്ടുപിടിച്ചേ. ഗുരുത്വാകർഷണം കൊണ്ടാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നതെന്ന് ഐസക് ന്യൂട്ടൻ കാണുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചേനെ. പക്ഷേ നാം ചോദ്യം ചെയ്ത് കെടുത്തിക്കണം. അങ്ങനെയുള്ള തിരിനാമ്പുകൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ധാരാളം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അവർ ചോദ്യം ഉയർത്തുമ്പോൾ അതിന്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക, അതാണ് വേണ്ടത്. ചോദ്യം ചെയ്യുകയും ചോദ്യം ചോദിക്കുകയും വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ പരസ്പരം ചോദ്യം ഉന്നയിക്കുകയും അവർ തമ്മിൽ ഒന്നിച്ചിരുന്ന് അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരം. അങ്ങനെയാണ് പ്രസിദ്ധമായിട്ടുള്ള ഈ മന്ത്രം പ്രശ്നോപനിഷത്തിൽ ഉണ്ടായത്. സഹന വവതു സഹന ഭുനക്തു സഹവീര്യം